ലൈംഗിക അതിക്രമ കേസിൽ മുൻ MLA-യും സംവിധായകനുമായ PT കുഞ്ഞുമുഹമ്മദിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി മറ്റന്നാൾ. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയാണ് വിധി പറയുക. തനിക്കെതിരെയുള്ളത് കള്ളക്കേസെന്നാണ് PT കുഞ്ഞുമുഹമ്മദിന്റെ വാദം. റിനു ശ്രീധറാണ് ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. റിനു, ഗുരുതരമായ പരാതിയാണ് വന്നിട്ടുള്ളത്. ഈ തനിക്കെതിരെയുള്ളത് അത് തെറ്റായ വാദമാണ്, കള്ളക്കേസാണെന്ന് പറയുന്നു. എന്താണ് അതിനൊരു അടിസ്ഥാനമായി ഇദ്ദേഹം പറയുന്നത്? അതോടൊപ്പം തന്നെ ഇതിന് കൂടുതൽ വിശദാംശങ്ങൾ എന്താണ് ഇപ്പോൾ വരുന്നത്? സ്മിത, PT കുഞ്ഞുമുഹമ്മദ് മുൻ MLA ആണ്. അദ്ദേഹത്തിനെതിരായിട്ടുള്ള ലൈംഗികാതിക്രമ പരാതിയിൽ വിശദമായിട്ടുള്ള വാദം തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി കേട്ടു. അതിനുശേഷം വിധി 20-ാം തീയതി പറയും എന്നുള്ളതാണ്, മറ്റന്നാൾ പറയും എന്നുള്ളതാണ് കോടതിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. പക്ഷെ താൻ നിരപരാധിയാണ് എന്നുള്ളതാണ് ഇന്നും കോടതിയിൽ PT കുഞ്ഞുമുഹമ്മദിന് വേണ്ടി ഹാജരായ വക്കീൽ ആവർത്തിച്ചത്. കാരണം 21 ദിവസത്തിന് ശേഷം, ഈ സംഭവം നടന്ന് 21 ദിവസത്തിന് ശേഷമാണ് തനിക്കെതിരായിട്ടുള്ള ഈ ഒരു ആരോപണം ഉയർന്നത് എന്നുള്ളതാണ് വക്കീൽ PT കുഞ്ഞുമുഹമ്മദിന് വേണ്ടി കോടതിയിൽ അറിയിച്ചത്. 21 ദിവസം വരെ എന്തുകൊണ്ട് ഇവർ പരാതിയുമായി മുന്നോട്ട് വന്നില്ല? ഇതിൽ ചില ദുരൂഹതകൾ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിനുശേഷം, അതായത് ഈ സംഭവം നടന്നു എന്ന് ഈ പരാതിക്കാരി പറയുന്നതിന് ശേഷവും കൃത്യമായി തന്നെ ഇദ്ദേഹവുമായി വാട്സപ്പിലൂടെയൊക്കെ തന്നെ സൗഹൃദ സംഭാഷണങ്ങൾ നടത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതിൻ്റെ സ്ക്രീൻഷോട്ട് അടക്കം PT കുഞ്ഞുമുഹമ്മദിന് വേണ്ടി അഭിഭാഷകൻ കോടതിയിൽ ഹാജരാക്കി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള ദുരൂഹതയുണ്ട് എന്നാണ് ഇദ്ദേഹം ആരോപിക്കുന്നത്. നിലവിലിപ്പോൾ കണ്ടോൺമെന്റ് പോലീസ് കേസ് ഡയറി ഉൾപ്പെടെ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. FIR-ന്റെ പകർപ്പടക്കം കേസ് ഡയറി ഉൾപ്പെടെ ഹാജരാക്കുകയും നേരത്തെ തന്നെ കൃത്യമായി ഇതിലൊരു റിപ്പോർട്ട് കോടതി ആവശ്യപ്പെടുകയും നൽകുകയും ചെയ്തു. PT കുഞ്ഞുമുഹമ്മദിനെതിരായിട്ടുള്ള റിപ്പോർട്ടാണ് പോലീസ് നൽകിയത്. കാരണം ഈ ഹോട്ടലിൽ നിന്ന് ശേഖരിച്ച CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഈ രണ്ടുപേര് ഹോട്ടലിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് അടക്കം തെളിയിക്കുന്ന രേഖകളാണ് നൽകിയിരിക്കുന്നത്. എന്തായാലും നിലവിൽ വിശദമായിട്ടുള്ള വാദമാണ് ഇരു ഭാഗത്തിൻ്റെയും കോടതി കേട്ടത്. അതിനുശേഷം വരുന്ന 20-ന് വിധി പറയുന്നതിന് വേണ്ടി ഈ കേസ് മാറ്റിയിട്ടുണ്ട്. സ്മിത, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.